Hi friends, എല്ലാവർക്കും ഫുഡ്സ് പിടിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ചക്കവരട്ടിന്റെ റെസിപ്പി കണ്ടല്ലോ. അത് ഉപയോഗിച്ചിട്ട് ഒരു ചക്ക പായസത്തിന്റെ റെസിപ്പിയാണ്. ചക്കപ്രഥമൻ അതല്ലെങ്കിൽ ചക്കപ്പായസം. നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു പായസത്തിന്. ഇതൊന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കുടിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക്. Hi friends, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ചക്ക വരട്ടിയത് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു പായസം, ചക്ക പായസം അതല്ലെങ്കിൽ ചക്കപ്രഥമൻ, അങ്ങനെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വരട്ടി വെച്ചിരുന്ന ചക്കയാണിത്. ഇത് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു പകുതി പോർഷനാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നല്ല ടൈറ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കി ഇത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുത്ത് ഹൽവ അതല്ലെങ്കിൽ കുമ്പിളപ്പം അല്ലെങ്കിൽ ഇതുപോലെ പായസം ഒക്കെ വെക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഇത് സൈഡിലേക്ക് വെക്കാം. ഇനി ഇതിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു മുഴുവൻ തേങ്ങയും ഒരു മുറി തേങ്ങയും, അങ്ങനെ 1.5 തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 1-ാം പാല് 1/4 കപ്പ്, 2-ാം പാല് 1 കപ്പ്, 3-ാം പാല് 1.5 കപ്പ്. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ആദ്യമേ ഒട്ടും വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് തേങ്ങ പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് 2-ാം പാല് പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് 3-ാം പാലും പിഴിഞ്ഞെടുക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് മിക്സിയിൽ കറക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ആ പാല് ഫുള്ളായിട്ട് പോരും. അതുപോലെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കറക്കിയെടുക്കണം. അപ്പോൾ ഈ തേങ്ങയിൽ നിന്ന് മുഴുവൻ പാലും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ 3 സൈസിൽ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് പശുപാലൊന്നും യൂസ് ചെയ്യരുത്, തേങ്ങാപ്പാൽ തന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ പായസം പിരിഞ്ഞു പോകും. നമ്മൾ ഈ ചക്ക വരട്ടിയ സമയത്ത് അതിൽ ശർക്കര ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ 250 മില്ലി കപ്പിന് വീണ്ടും 1 കപ്പ് ശർക്കരയും കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് ശർക്കര എടുക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ശർക്കരയിൽ കല്ലില്ലാത്ത ശർക്കരയാണ്, ഇത് പൊടി ശർക്കരയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ഇത് ഉരുക്കി എടുക്കുന്നില്ല. അതല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി പാനിയാക്കിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ ഇതിലേക്ക് വറുത്ത് ചേർക്കാനുള്ള ഐറ്റംസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ വറുത്ത് ചേർക്കാം. നിലക്കടല, ഉണക്കമുന്തിരി, കശുവണ്ടി, തേങ്ങാക്കൊത്ത്, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വറുത്ത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 6 ഏലക്ക എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഇത് ചുക്കിൻ്റെ പൊടിയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ ചുക്കിൻ്റെ പൊടി വേണം. ഇതിലേക്ക് ജീരകത്തിൻ്റെ പൊടി ഞാൻ ചേർക്കുന്നില്ല, പകരം ചുക്കാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ചുക്കിൻ്റെ പൊടിയും ഈ ഏലക്കയും കൂടെ ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് 1-ാം പാലിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് വേണം, ഒരു പിഞ്ച് ഉപ്പ് വേണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചക്കപ്പായസം അതല്ലെങ്കിൽ ചക്കപ്രഥമൻ ചെയ്യാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്. നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാൻ പായസം ചെയ്യാനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ ഉരുളി ഉപയോഗിക്കാം. ഇതിപ്പോൾ ചുവടുകട്ടിയുള്ളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്. അതിലേക്ക് നമുക്ക് ആദ്യമേ ഒഴിച്ചു കൊടുക്കേണ്ടത് 3-ാം പാലാണ്. ഇപ്പോൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ചക്ക വരട്ടിയതിൻ്റെ ഒരു പകുതി പോർഷൻ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ തേങ്ങാപ്പാലുമായിട്ട് യോജിപ്പിക്കാം. ഇത് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് അടുത്ത് വന്നിട്ടുണ്ട്. ചെറിയ പീസസ് ഒക്കെ ഉള്ളത് നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ അതങ്ങ് യോജിച്ചോളും. ഇപ്പോൾ തന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. നിറച്ചൊരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഈ നെയ്യൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് ഉപയോഗിക്കാം. പക്ഷെ നമ്മളൊരു പ്രഥമനൊക്കെ വെക്കുമ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ നെയ്യുടെയൊക്കെ ഒരു ഫ്ലേവർ ഉണ്ടാവണം. ഈ റെസിപ്പി ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു പായസമാണ്. 3-ാം പാലിൽ കിടന്ന് ഇതൊന്ന് തിക്കായി വരണം. അതിനുശേഷമാണ് നമ്മൾ 2-ാം പാൽ ഒഴിക്കുന്നത്. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് ഈ പായസം തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നിങ്ങൾ ശർക്കര പാനിയൊക്കെയാണ് ഒഴിക്കുന്നതെങ്കിൽ പാനി ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് പാനി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ശർക്കര പൊടി ആയതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കാത്തത്. ഞാനിപ്പോൾ ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി അതല്ല, ഏലക്കാടെ പൊടി നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഏലക്കാടെ പൊടി പഞ്ചസാര ഇല്ലാതെ 1-ാം പാലിലേക്ക് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, ശർക്കര നമ്മുടെ മധുരത്തിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ല കളറുള്ള നല്ല കറുത്ത ശർക്കരയാണെങ്കിലാണ് പ്രഥമന് നല്ല കളർ ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ശർക്കരയുടെ കളർ അനുസരിച്ച് ലൈറ്റ് കളറായി പോകും.
നല്ല കറുത്ത പ്രഥമൻ വേണമെങ്കിൽ നല്ല കറുത്ത ശർക്കര ഉപയോഗിക്കാം. അപ്പം ഞാൻ ആ ചേർത്ത് കൊടുത്തത് നല്ല കറുത്ത ശർക്കരയായിരുന്നു. ഈ ശർക്കര ഒന്ന് ഉരുകി യോജിക്കട്ടെ. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കും. അപ്പോൾ ആ ശർക്കര നന്നായിട്ട് അലുത്ത് ചേർന്നിട്ടുണ്ട്. പതിയെ അതിൽ നിന്നൊരു കൊമളയൊക്കെ പൊട്ടിത്തിറങ്ങിയിട്ടുണ്ട്. കണ്ട് ഇപ്പോൾ നമ്മുടെ പ്രഥമൻ്റെ കളർ കണ്ടു. ഇനി നമുക്കിതിലേക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. ഈ 2ാം പാൽ ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് തിക്കായി വരണം. അപ്പം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യോട് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ നെയ്യ് ആവശ്യം ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആ ഒരു പ്രഥമൻ ചെയ്യേണ്ട രീതിക്ക് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് നെയ്യ് ഇനി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നിയാൽ ചേർത്ത് കൊടുക്കണ്ട. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ശർക്കരയൊക്കെ ഉരുകി നെയ്യൊക്കെ ആയിട്ടൊന്ന് യോജിച്ച് അങ്ങനെ ഇളക്കി ഒന്ന് പാകമായി വരണം. കുറച്ച് സമയം ഇളക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ആ ചക്കപ്പഴം നമ്മൾ വരട്ടിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് അരച്ചെടുത്തില്ലെങ്കിൽ ഇതിലിപ്പോൾ തരികളുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് നന്നായിട്ട് അരച്ചെടുക്കണം എന്ന്. അല്ലെങ്കിൽ പായസത്തിൽ തരികൾ അതുപോലെ ഉണ്ടാവും. പായസത്തിൻ്റെ മധുരമൊക്കെ ഒന്ന് നോക്കുക. കുറവുണ്ടോ എന്ന് തോന്നിയാൽ അല്പം ചേർത്ത് കൊടുക്കുക. നമുക്ക് 1ാം പാൽ ഒഴിക്കുന്നതിന് മുമ്പ് ചേർത്ത് കൊടുത്ത് കറക്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് 1ാം പാൽ ഒഴിക്കാൻ. കാരണം 1ാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ പായസം തിളപ്പിക്കത്തില്ല. ആവശ്യം തിക്നെസ് എത്തിയതിന് ശേഷം വേണം 1ാം പാൽ ഒഴിക്കാൻ. ഈ പായസം ഇരിക്കുമ്പോൾ ഒന്നോടെ ഒന്ന് കുറുകി വരും തണുത്ത് കഴിയുമ്പോഴത്തേക്കും. അപ്പം അതനുസരിച്ച് വേണം നിങ്ങൾ തീ ഓഫ് ചെയ്ത് പായസം അടുപ്പിൽ നിന്ന് വാങ്ങാനായിട്ട്. ഒരുപാട് തിക്കായതിന് ശേഷം വാങ്ങിയാൽ തണുത്തതിന് ശേഷം പായസം വീണ്ടും തിക്കായി പോകും. ഇതിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1ാം പാലാണ്. പഞ്ചസാര ചേർത്ത് ഞാൻ ആ ഏലക്ക ഒന്ന് പൊടിച്ചിട്ടുണ്ടായിരുന്നു. അത് 1ാം പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുത്ത് കലക്കിയതിന് ശേഷം പായസത്തിൽ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പായസത്തിൽ ഇത് കട്ട കെട്ടിക്കിടക്കും. അതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന ചുക്കുപൊടി 1/2 ടേബിൾ സ്പൂൺ. അപ്പോൾ നിങ്ങൾക്ക് ചുക്ക് മുഴുവനായിട്ടാണ് ഉള്ളതെങ്കിൽ ഈ പഞ്ചസാരയുടെ കൂടെ ഏലക്ക പൊടിക്കുന്ന കൂടത്തിൽ ചുക്കും കൂടെ ചേർത്ത് പൊടിച്ചെടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അരിപ്പേരിട്ട് ഒന്ന് അരിച്ചെടുത്ത് കൊടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ നാര് പോലുള്ളത് പായസത്തിൽ വീഴും. ഇത് കട്ടയില്ലാതെ ഒന്ന് നന്നായിട്ട് കലക്കിയെടുക്കുക. ഇപ്പോൾ ഈ 2ാം പാൽ ഒഴിച്ച് ഈ പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് 1ാം പാൽ ഒഴിച്ച് ഒന്ന് ലൂസാക്കാം. 1ാം പാൽ ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മതി, തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാനപ്പോൾ 1ാം പാലിലേക്ക് ചുക്കിന്റെ പൊടിയും ഏലക്കയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കും. ഈ ഒരു തിക്നെസ്സിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അല്പം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഒന്നോടെ ഒന്ന് ടൈറ്റ് ആയിട്ട് വരും. ഈ പായസം ഇന്ന് വെച്ചതിന് ശേഷം തണുത്ത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് നാളെ ഒക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ശർക്കരയുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് മാത്രം ഉപ്പൊട്ടും കൂടി പോകണ്ട. അതുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ചൂടായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് കിസ്മിസ് ഒക്കെ വറുത്ത് ചേർക്കാം. ഞാൻ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നിറച്ചൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. നമുക്ക് ആദ്യമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ചോക്ക് വറുത്താൽ മതി, കരിഞ്ഞു പോകരുത്. തേങ്ങ കളർ മാറി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ തന്നെ പായസത്തിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അടുത്ത ഇഡ്ഡലിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാഷ്യൂനട്ടാണ്. വളരെ കുറച്ച് കാഷ്യൂനട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. നമുക്ക് റേസിൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ നെയ്യോട് കൂടി ഞാൻ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പഴ പായസം അതല്ലെങ്കിൽ ചക്കപ്പഴ പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഈ ചക്കയുടെ ഒരു സീസൺ കഴിയുന്നതിന് മുമ്പേ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമന്റിൽ കൂടി അഭിപ്രായം അറിയിക്കണം. നിങ്ങൾക്ക് 100% ഇഷ്ടമാകും, എനിക്ക് ഉറപ്പാണ്. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരെ. ടേക്ക് കെയർ, ബൈ.